Here question: if 247xy is divisible by 3, 7 and 11, then find the value of 2y minus 8x. അപ്പോൾ ഒരു പറഞ്ഞിട്ടുണ്ട് എന്താ 247xy എന്നുള്ളൊരു നമ്പർ ഉണ്ട്. ഇതിനെ 3 കൊണ്ടും 7 കൊണ്ടും 11 കൊണ്ടും എന്ത് ചെയ്യാൻ പറ്റും, ഹരിക്കാൻ പറ്റുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സംഖ്യേനെ 3 കൊണ്ട് 7 കൊണ്ടും 11 കൊണ്ടും ഹരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ആ ഒരു സംഖ്യേനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ LCM വെച്ചിട്ട് ഹരിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 3-ൻ്റെയും 7-ൻ്റെയും 11-ൻ്റെയും LCM കണ്ടുപിടിക്കണം. 3-ൻ്റെയും 7-ൻ്റെയും 11-ൻ്റെയും LCM ആദ്യം കണ്ടുപിടിക്കണം. 3-ൻ്റെയും 7-ൻ്റെയും 11-ൻ്റെയും LCM എത്രയാണ്? 231 ആണ് 3-ൻ്റെയും 7-ൻ്റെയും 11-ൻ്റെയും LCM. അപ്പോൾ ഇനി നമ്മൾ എന്ത് നോക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എക്സിനും വൈക്കും മാക്സിമം വാല്യൂ ഇട്ട് കൊടുത്തിട്ട് ഈ 231 അതിൽ ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം. എന്നിട്ട് നമ്മളത് 231 കൊണ്ട് ഹരിക്കുമ്പോൾ ബാക്കി വരുന്ന റിമൈൻഡർ ഉണ്ടല്ലോ, ഇപ്പോൾ റിമൈൻഡർ എന്തെങ്കിലും വരികയാണെങ്കിൽ ആ റിമൈൻഡർ നമ്മൾ എക്സിനും വൈനും മാക്സിമം വാല്യൂ ഇട്ട് കൊടുത്തൊരു നമ്പർ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ആ നമ്പറിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 231 മുഴുവനായിട്ട് ഹരിക്കാൻ പറ്റുന്ന ആ ഒരു നമ്പറായിട്ട് അത് മാറും. അങ്ങനെ നമുക്ക് എക്സിനും വൈക്കും എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ 247 എക്സിനും വൈനും നമ്മൾ മാക്സിമം വാല്യൂ ഇട്ട് കൊടുക്കുക ഏതൊക്കെയാണ്? 9 ഇട്ട് കൊടുക്കുക. 9 അല്ലേ മാക്സിമം വാല്യൂ, എക്സിനും വൈനും വരാൻ പറ്റുന്ന മാക്സിമം വാല്യൂ 9 അല്ലേ. അപ്പോൾ 9 ഇട്ട് കൊടുത്താൽ ഇനി നമ്മൾ എന്ത് ചെയ്യുക, 231 കൊണ്ട് ഹരിക്കുക. 231 കൊണ്ട് ഹരിക്കുമ്പോൾ നോക്കാം, നമുക്ക് 231 ഇവിടെ പോയി, ബാക്കി ഇവിടെ 6 ഉണ്ട്, ഇവിടെ 6 ഉണ്ട്, ഇവിടെ എത്രയുണ്ട്, ഇവിടെ 1 ഉണ്ട്, അതിൽ ഇവിടെ എത്ര ഉണ്ട്, 9 ഉണ്ട്, അതിൽ ഇവിടെ 9 ഉണ്ട്. 169 231 പോലില്ല. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 231 ഒരു 7 വട്ടം ഒന്ന് ഗുണിച്ച് നോക്കാം. 231 ഒരു 7 വട്ടം ഗുണിച്ചൊരു ആൻസർ നമുക്ക് നോക്കാം. 7 എത്ര വരും, ഇവിടെ 16 17 വരും, 16 17 വരും. നമുക്ക് റിമൈൻഡർ ആയിട്ട് എന്ത് വരും, 82 വരും. അപ്പോൾ നമുക്ക് ഈ 82 ഈ 24799 എന്ത് ചെയ്യാം, മൈനസ് ചെയ്ത് നോക്കാം. നമുക്ക് എത്ര കിട്ടി, ഇപ്പോൾ 7 വന്നു, 7 വന്നു, 24 വന്നു. ഓക്കെ ആണല്ലോ. ഇനി ഈ 24717 നമ്മൾ എന്ത് ചെയ്യാണ്, 247xy ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് 1, വൈയുടെ സ്ഥാനത്ത് നമുക്ക് 7 കിട്ടി. അപ്പോൾ നമുക്ക് ഇനി എന്താ കാണാൻ പറഞ്ഞിട്ടുള്ളത്, വാല്യൂ ഓഫ് 2y minus 8x ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എത്ര, 2 × 7 minus 8 × 1 വരും. അപ്പോൾ 2 × 7 എന്ന് പറഞ്ഞാൽ എത്ര, 14 minus 8, ഇത്രയാണ് നമ്മുടെ ആൻസർ നമുക്ക് കിട്ടി. 6 ആണ് ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 2 articles are sold for Rs 1591 each. On one the seller gains 19% and on other he loses 11%. What is his overall gain or loss percentage? Correct to 1 decimal place. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ അപ്ലൈ ആയിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വേ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇക്വേഷൻ നോക്കാം. 100 into x plus y, 100 into x plus y plus 2xy divided by 200 plus x plus y. ഇവിടെ നമുക്ക് എക്സിനെ പ്രോഫിറ്റ് ആയിട്ട് വൈന് ലോസ് ആയിട്ട് കൊടുക്കാം. ഇവിടെ നമ്മുടെ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് സൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ പ്രോഫിറ്റിന് നമ്മൾ എന്ത് ചെയ്യും, പോസിറ്റീവ് സൈൻ കൊടുക്കും. നെഗറ്റീവിന് നമ്മൾ ലോസിന് നമ്മൾ എന്ത് ചെയ്യും, നെഗറ്റീവ് സൈൻ കൊടുക്കും. അപ്പോൾ എന്താണ് എക്സ് വരുന്നത്, എക്സ് വരുന്നത് എത്രയാണ്, പ്രോഫിറ്റ് എത്രയാണ് വരുന്നത്, 19%. അപ്പോൾ 19. അപ്പോൾ വൈ എന്ത് വരും, ലോസ് എന്താ വരുന്നത്, 11 എന്ത് വരുന്ന -11. അപ്പോൾ നമുക്കിനി ഈ രണ്ട് വാല്യൂസ് നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എത്ര വരും, 100 ഇൻറ്റു എക്സ് പ്ലസ് വൈ 19 -11 പ്ലസ് 2 ഇൻറ്റു എക്സ് എത്രയാണ് 19 ഇൻറ്റു -11 ഡിവൈഡഡ് ബൈ 200 പ്ലസ് 19 -11 അല്ലെങ്കിൽ 19 പ്ലസ് -11 വരും. അപ്പോൾ എത്ര വരും, 100 വരും. ഇവിടെ മൈനസ് എത്ര വരും, 418 വരും. ഡിവൈഡഡ് ബൈ എത്ര വരും, 200 208 അല്ലേ വരുന്നത്, 208 വരും. ഇവിടെ എത്ര വരും, 382 വരില്ലേ, ഡിവൈഡ് ബൈ
202 ഏകദേശം ഇത്ര പെർസെൻറ്റേജാണ് വരുന്നത് സംതിങ്. ഈ ഒരു ആൻസറാണ് നമുക്ക് കിട്ടുക. 382/200 208 382/208 ആയിട്ടുള്ളൊരു ആൻസറാണ്. ഏകദേശം ഒരു 1.8%-നടുത്ത് ആയിരിക്കും അതിൻ്റെ വാല്യൂ വരുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ ലെങ്ത് ഓഫ് ദ റെക്ടാങ്കിൾ ഈസ് ട്രിപ്പിൾഡ് ആൻഡ് ദ ബ്രെഡ്ത്ത് ഈസ് ഹാഫ്, then what will be the ratio of the area of the original rectangle to that of the original rectangle അല്ല, that of the നമ്മുടെ ഓൾട്ടർ ചെയ്തിട്ടുള്ള ഇതാണ് ന്യൂ റെക്റ്റാങ്കിൾ. ഓക്കെ, അപ്പോൾ നോക്കാം. നമുക്കറിയാം ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എന്താ? ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ LB. L എന്ന് പറഞ്ഞാൽ ലെങ്ത്തും B എന്ന് പറഞ്ഞാൽ ബ്രെഡ്ത്തുമാണ്. അപ്പോൾ നമുക്കറിയാം പുതിയ റെക്റ്റാങ്കിൾ എന്തൊക്കെയാണ് മാറ്റം വന്നിട്ടുള്ളത്. പുതിയ റെക്റ്റാങ്കിൾ നമ്മുടെ ലെങ്ത്ത് ട്രിപ്പിളായി 3L ആയി, പിന്നെ എന്തായി ബ്രെഡ്ത്ത് ഹാഫായി B/2 ആയി. അപ്പോൾ മൊത്തത്തിലായി 3/2 LB ആയി. നമുക്ക് ഏരിയ 1 കൊടുക്കാം, നമുക്ക് ഏരിയ 2 കൊടുക്കാം. ഇനി കാണാൻ പറഞ്ഞിട്ടുള്ളത് ഏരിയ 1 ഡിവൈഡഡ് ബൈ ഏരിയ 2 ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്ത് വരും? LB ഡിവൈഡഡ് ബൈ 3/2 LB വരും. LB കട്ടായി റേഷ്യോ എന്ത് വരും? 2/3 റേഷ്യോ വരും. ആൻസർ 2/3 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. there are 90 students in a class in which 60% are boys and the rest are girls. 60% ബോയ്സ് എന്ന് പറയുമ്പോൾ ബാക്കി റെസ്റ്റ് 40% ഗേൾസ് വരും. 40% വരും ഗേൾസ് വരും. റെസ്റ്റ് ആർ ഗേൾസ്. ദി ആവറേജ് ഓഫ് ഗേൾസ് ഈസ് 70 and that of boys is 62. then find the average of both എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ ബോയ്സ് ഈസ് ടു കാണാം, ഗേൾസ് കാണാം. എത്ര വരും അത്? 60:40 വരുന്നത്. 60:40 ചെറുതാക്കുമ്പോൾ എത്ര വരും? 3:2 വരും. ഇനി നമുക്കത് മിക്സ്ഡ് അലിഗേഷൻ മെത്തേഡിൽ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോയ്സിൻ്റെ ഗേൾസിൻ്റെ ഓക്കെ ബോയ്സിൻ്റെ ആവറേജ് എത്രയാണെന്ന് പറഞ്ഞിട്ടുള്ളത്? 62 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗേൾസിൻ്റെയോ 70 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഉള്ള കമ്പൈൻഡ് ആവറേജാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ബോയ്സ് എത്രയാണ് റേഷ്യോ? 3 ആണ്. ഗേൾസ് എത്രയാണ് റേഷ്യോ? 2 ആണ്. അപ്പോൾ നമുക്ക് കമ്പൈൻഡ് ആയിട്ടുള്ള ആവറേജ് വേണം എന്ത് ചെയ്യണം? 62 × 3 + 70 × 2 ഡിവൈഡഡ് ബൈ 3 + 2 ദാറ്റ് ഈസ് 5. എത്ര വരും? 186 + 140 ഡിവൈഡഡ് ബൈ 5 വരും. 186 140 എത്ര വരും? 326/5 വരും. എത്ര വരും? കട്ട് ചെയ്ത് 62.5 വരും. സോറി 65.2 വരും. 65.2 ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. രാധ saves 25% of her income. If expenditure is increased by 20% and income is increased by 29%, then find the percentage increase in savings എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് രാധയുടെ ഇൻകം നമുക്ക് എന്തായിട്ട് എടുക്കാം? 100 എടുക്കാം. ഓക്കെ, 100 ഇൻകം എടുക്കാം. രാധ 25% സേവ് ചെയ്തെന്ന് പറയാം. അപ്പം 75 രൂപയാണ് അവളുടെ രാധയുടെ എക്സ്പെൻഡിച്ചർ. അപ്പോൾ എത്ര? 25 രൂപയാണ് രാധയുടെ സേവിങ്സ്. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? എക്സ്പെൻഡിച്ചർ 20% ഇൻക്രീസ് ചെയ്യുന്ന പറഞ്ഞിട്ടുള്ളത്. എക്സ്പെൻഡിച്ചർ 20% ഇൻക്രീസ് ആയെന്ന് പറഞ്ഞതിൻ്റെ 10% 7.5 20% 15. അപ്പോൾ 75 15 എത്ര? 90 ഇപ്പോൾ എക്സ്പെൻഡിച്ചർ 20% ഇൻക്രീസ് ആയെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ല, 20% ഇൻക്രീസ് ആയി. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? ഇൻകം 29% ഇൻക്രീസ് ആയെന്ന് പറഞ്ഞത്. 29% ഇൻകം ഇൻക്രീസ് ആയെന്ന് പറഞ്ഞപ്പോൾ എത്രയാണ്? 129 ഇൻകം ഉള്ളത്. അപ്പോൾ അവർ ചോദിച്ചിട്ടുള്ളത് ദെൻ പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് ഇൻ സേവിങ്സ് എന്നാണ്. അപ്പോൾ 129-ൽ 90 രൂപ എക്സ്പെൻഡിച്ചർ പോയി. ബാക്കി എത്ര രൂപ? 39 രൂപയാണ് സേവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലുള്ള ഒരു ഇൻക്രീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 14 രൂപയാണ്. പണ്ട് 25 രൂപയായിരുന്നു. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് എത്ര വരുന്നത്? 14/25 എത്ര? 100. 14 × 4 = എത്ര വരും? 56% ഇൻക്രീസ് ആണ് ഉള്ളത്. അതാണ് എൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വർക്കിംഗ് 8 hours ഡേ 18 men do 3 units of work in 10 days. In how many days will 10 men working 6 hours day do 5 units of work എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഇക്വേഷൻ ഉണ്ടല്ലോ, നമ്മുടെ M1 D1 H1 ഡിവൈഡഡ് ബൈ W1 = M2
d2 h2 w2. ഇവിടെ എത്രയാണ് എന്താ 18 men 8 hours a day 8 hours a day 10 days 3 യൂണിറ്റ് ഓഫ് വർക്ക് അല്ലേ. അത് 10 men വർക്കിംഗ് പെർ 6 hours per day 6 hours a day എത്ര ദിവസം 5 യൂണിറ്റ് ഓഫ് വർക്ക് എന്ന് വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ എത്ര ദിവസമാണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ത് വരും? ദിവസം ഡേയ്സ് ഈക്വൽ ടു 18 into 8 into 10 divided by 3 into 10 into 6 ഇവിടെ നിന്ന് വരുമ്പോൾ 5. ഈ 10 നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇവിടെ 3 6 ക്യാൻസൽ ചെയ്ത് 8 into 5 is equal to 40 days ആണ് ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, if 2 cos square theta is equal to 3 sin theta then sec square theta minus tan square theta plus cos square theta എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് sec square theta minus tan square theta plus cos square theta എന്ന് കണ്ടുപിടിക്കുന്നത്. നമുക്കറിയാം sec square theta minus tan square theta എത്രയാണ്? 1 ആണ്. അപ്പോൾ കണ്ടുപിടിക്കേണ്ടത് എന്താ? 1 plus cos square theta ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് നോക്കാം. അപ്പോൾ നമുക്ക് തീറ്റയ്ക്ക് 30 ഡിഗ്രി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കാം. ഓക്കെ, അപ്പോൾ LHS എന്ത് വരും? 2 cos square theta അതായത് 2 ഇൻറ്റു √3/2 സ്ക്വയർ വരും. അപ്പോൾ എത്ര വരും? 3/4 വരും. എത്രയാണ്? 3/2. RHS എന്താ? RHS എന്താ? 3 sin theta. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3 into 1/2 എത്രയാണ്? 3/2. അപ്പോൾ എന്താണ്? LHSഉം RHSഉം ഈക്വൽ ആണല്ലേ. അപ്പോൾ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആണ്. നമുക്ക് തീറ്റയ്ക്ക് എന്ത് ചെയ്യാം? 30 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 1 plus cos square theta. തീറ്റയ്ക്ക് നമ്മൾ 30 കൊടുക്കുമ്പോൾ 1 plus 3/4 വരും. അപ്പോൾ അത് വരും 7/4 ആയിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ ആണല്ലോ. 1 plus 3/4 √3/2 3/4. ഓക്കെ, 7/4 ആയിരിക്കും ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റൻ നോക്കൂ. At 240 meter long train crosses a man going in the same direction with a speed of 6 km/h in 9 seconds. ഓക്കെ, then how much time seconds ആണ് നമുക്ക് ആൻസർ ചെയ്യേണ്ടത്. will the train take to cross a 372 meter long tunnel. ഇവിടെ നമുക്ക് അൺനോൺ ആയിട്ട് കാണിക്കുന്നത് ട്രെയിനിൻ്റെ സ്പീഡല്ലേ. അപ്പോൾ ട്രെയിനിൻ്റെ സ്പീഡായി നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് പറഞ്ഞിട്ടുണ്ട് 240 മീറ്റർ ലെങ്ത്തുള്ള ട്രെയിൻ. അത് ട്രെയിനിൻ്റെ സ്പീഡ് മൈനസ് അയാളുടെ സ്പീഡ് എത്ര തന്നിട്ട്? 9 സെക്കൻഡാണ് തന്നിട്ട്. 9 സെക്കൻഡ്സാണ് തന്നിട്ട് ഇല്ലേ. അപ്പോൾ ഇവിടുന്ന് ഇതെന്ത് കിട്ടും? T-m. ട്രെയിനിൻ്റെ സ്പീഡ് മൈനസ് റിലേറ്റീവ് സ്പീഡ് എന്ത് കിട്ടും? 240 divided by 9. അതായത് നമുക്ക് 3 ഇവിടെ 3 വരും. ഇവിടെ എത്ര വരും? 8 വരും. 80/3 എന്ത് വരും? m/s വരും. നമുക്കറിയാം അയാളുടെ സ്പീഡ് എത്രയാണ്? 6 km/h km/h. ഇത് നമ്മൾ എന്താക്കണം? m/s അപ്പോൾ എന്ത് ചെയ്യും? 5/18 കൊണ്ട് മൾട്ടിപ്പിൾ എത്ര വരും? 5/3 വരും. എന്നിട്ട് നമുക്ക് ഈ ഇക്വേഷന് ട്രെയിനിൻ്റെ സ്പീഡ് കണ്ടുപിടിച്ചൂടെ? ഇക്വേഷന് മാൻ്റെ സ്പീഡ് അതിൽ കൊടുത്തിട്ട്. അപ്പോൾ എത്ര വരും? T-m എന്ന് പറഞ്ഞാൽ എത്രയാണ്? 80 - 3. T എന്ന് പറഞ്ഞാൽ എത്രയാണ്? T-3 പ്ലസ് m എത്രയാണ്? 5/3 ആണ്. 5/3 80/3 പ്ലസ് 5/3 എത്ര വരും? 85/3 വരും. അതാണ് എന്ത്? ട്രെയിനിൻ്റെ സ്പീഡ്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? 372 മീറ്റർ ലെങ്ത്തുള്ള ഒരു ടണൽ ക്രോസ് ചെയ്യാൻ എത്ര സമയം എടുക്കുന്നതാണ്. അപ്പോൾ 372 മീറ്റർ ടണലും ക്രോസ് ചെയ്യണമെങ്കിൽ ട്രെയിനിൻ്റെ ലെങ്ത്തും ടണലിൻ്റെ ലെങ്ത്തും കൂടിയിട്ടുള്ള ടോട്ടൽ ലെങ്ത്ത് എന്ത് ചെയ്യണം? ട്രെയിൻ ക്രോസ് ചെയ്യണം. അപ്പോൾ ടോട്ടൽ ലെങ്ത്ത് എത്ര? 3 + 240 അല്ലേ? 372 പ്ലസ് അതല്ലേ വരുന്നത്? അത് എത്ര വരും? 612 അല്ലേ വരുന്നത്? 612 മീറ്റർ ക്രോസ് ചെയ്യണം. അപ്പോൾ 612 മീറ്റർ നമ്മുടെ ട്രെയിനിൻ്റെ സ്പീഡ് എത്രയാണ്? 85/3 m/s വെച്ച് നമ്മൾ ക്രോസ് ചെയ്യണം. അപ്പോൾ എന്ത് വരും? 612 ×
3/85. നമുക്കിതിൽ 85, 15, 16, 17 കട്ട് ചെയ്ത് കളയാം. 17 ഇവിടെ എത്ര വരും? 17 ഇൻറ്റു 5 അല്ലേ? ഇവിടെ നമുക്ക് 17 ഇൻറ്റു 36 വരും. 36 ആൻസർ എന്ത് വരും? 16 ഇൻറ്റു 3 പറയുമ്പോൾ 108/5 അല്ലേ വരുന്നത്? 108 അത് 108/5 അല്ലേ വരുന്നത്? എത്ര വരും അത്? 108/5 നമ്മുടെ ആൻസർ വരുന്നത്. ഇത്ര ടൈമല്ലേ ചോദിച്ചിട്ടുള്ളത്? സെക്കൻഡ്സ് ആയിരിക്കും അവിടെ ആൻസർ. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എ ഷോപ്പ് കീപ്പർ സെൽസ് ദി ആർട്ടിക്കിൾ ഫോർ 176 ബൈ ഗിവിംഗ് 12% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇഫ് ദാറ്റ് പേഴ്സൺ ഡസ് നോട്ട് ഗിവ് എനി ഡിസ്കൗണ്ട് ദെൻ സെൽസ് ദി ആർട്ടിക്കിൾ അറ്റ് 25% പ്രോഫിറ്റ് ദെൻ ഫൈൻഡ് ദി കോസ്റ്റ് പ്രൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് സെല്ലിംഗ് പ്രൈസ് 100 ആയിട്ട് എടുക്കാം. ഓക്കെ, 100 രൂപ അയാൾ 12% ഡിസ്കൗണ്ടിൽ വിൽക്കുകയാണ്. 12% ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ പിന്നെ എത്രയുണ്ട്? 88 രൂപ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഈ 88 രൂപയാണ് ഇവിടുത്തെ എത്ര? 176. ഇവിടുത്തെ നമ്മൾ എടുത്ത 100 സെല്ലിംഗ് പ്രൈസ് എടുത്തപ്പോൾ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള പ്രൈസ് അതാണ് 88. ഓക്കെ, ആ 88 ഇവിടെ 176 എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സെല്ലിംഗ് പ്രൈസ് എത്ര വരും? 200 ആണ്. 200 ആയിരിക്കും നമ്മുടെ സെല്ലിംഗ് പ്രൈസ്. ഈ 200 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് പ്രൈസിൻ്റെ എത്ര? 25% കൂടിയതാണ്. ഈ 200 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 125% ഓഫ് എന്താ? കോസ്റ്റ് പ്രൈസാണ്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് എത്ര വരും? കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 200ൻ്റെ 100/125 ആയിരിക്കും കോസ്റ്റ് പ്രൈസ് വരും. എത്ര? 4/5 രൂപ. എത്ര വരും? 40 × 4 160 ആയിരിക്കും. 160 സംതിങ് റുപ്പീസ് ആയിരിക്കും എന്ത്? കോസ്റ്റ് പ്രൈസ് വരുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എക്സ് മൈനസ് 1/x എന്ന് പറഞ്ഞാൽ 5 ആണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് x⁻6 - 5x³ - 1 ബൈ x⁻6 + 7x³ - 1 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് x⁻6 - 5x³ - 1 ഡിവൈഡഡ് ബൈ x⁻6 + 7x³ - 1. ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഒരു x³ കോമൺ ആയിട്ട് പുറത്തെടുക്കാൻ വേണ്ടത്. അതൊന്നും x³ നമ്മൾ പുറത്തെടുത്ത് ബാക്കി x³ - 5/1/x³ ഡിവൈഡഡ് ബൈ x³ പുറത്തെടുക്കുമ്പോൾ എന്ത് വരും? x³ + 7 - 1/x³ ഒന്നുമില്ലേ? എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് കളയാം. x³ കട്ട് ചെയ്ത് കളയാം. ബാക്കി നമുക്ക് x³ - 1/x³ -5 x³ + 7 - 1/x³. അപ്പോൾ നമുക്ക് x - 1/x a ആണെങ്കിൽ x³ - 1/x³ ഇക്വേഷൻ അറിയാം. എന്താ? a³ - 3a a³ + 3a. ഇവിടെ എത്ര കൊടുത്തിട്ടുള്ളത്? 5 ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എത്ര വരും? 125 + 15 വരും. എത്ര വരും? 140 ആയിരിക്കും നമ്മുടെ x³ - 1/x³ വരുന്നത്. അപ്പോൾ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അവിടെ. അപ്പോൾ 140 - 5 135 വരും. നോമിനേറ്ററിൽ ഡിനോമിനേറ്ററിൽ എന്ത് വരും? 140 + 7 147 വരും. അപ്പോൾ 135/147 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. അടുത്ത് നോക്കൂ. സർക്കിൾ ഇൻ എ സർക്കിൾ ഡയാമീറ്റർ ഓഫ് ദ സർക്കിൾ ഈസ് AD. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുന്നതിൻ്റെ ഒപ്പം നമുക്ക് എന്ത് ചെയ്യാം? വരച്ചു തുടങ്ങാം. ഒരു സർക്കിള് ഓക്കെ ആണല്ലോ. ഒരു സർക്കിള് ഇത് നോക്കണ്ട കേട്ടോ. ഒരു സർക്കിള് അതിൻ്റെ എന്താ പറഞ്ഞിട്ടുള്ളത്? അതിൻ്റെ ഡയാമീറ്റർ ആണ് AD എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് AD വരയ്ക്കാം. AD അതിൻ്റെ ഡയാമീറ്റർ ആണെന്ന് പറഞ്ഞിട്ട്. ആൻഡ് AC എന്ന് പറയുന്നത് ഒരു കോഡാന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരു കോഡ് ഇത് C ആകുമ്പോൾ AC അങ്ങനെ വരും. ഓക്കെ, മിസ്റ്റേക്കായി.
എ സി എന്നുള്ളൊരു കോഡായി. ഓക്കെ, എന്നിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് സർക്കിളിൻ്റെ സെൻറ്റർ ഓ ആണെന്ന് പറഞ്ഞിട്ട്. ഇത് നമുക്ക് സെൻറ്ററായിട്ട് എടുക്കാം, ഓ എന്ന് പറഞ്ഞിട്ട്. ബി ഈസ് എനി പോയിന്റ് ഓൺ ദ കോഡ് എ സി. എ സിയിലുള്ള ഒരു പോയിൻ്റാണ് ബി. അത് നമുക്ക് ബീനെ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. ബീനെ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓയിലേക്ക് കണക്ട് ചെയ്യാം. ഒ ബി 7 ആണെന്നും പറഞ്ഞിട്ട്, ഒ ബി 7 ആണെന്നും പറഞ്ഞിട്ട് 7 സെൻറ്റിമീറ്റർ. ഒ ബി എ ആംഗിൾ ഒ ബി എ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ട് കേട്ടോ, ക്വസ്റ്റിന് വന്നിട്ട്. പിന്നെ എന്താ ഡി ഒ സി എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ട്. ഡി ഒ സി നമുക്ക് ഡി ഒ സി ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെക്കാം. ഡി ഒ സി എത്രയാണ്? ഡി ഒ സി നമുക്ക് 60 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് ദി ലെങ്ത് ഓഫ് ബി സി. ഈ ബി സി ആണ് നമുക്ക് കാണാൻ പറഞ്ഞിട്ടുണ്ട്, ബി സി. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. ഇത് 60 ആണല്ലേ, ഇതും 60 ആണ്. ഒ എയും ഒ സിയും എന്താ, റേഡിയസാണ്. അത് രണ്ടും റേഡിയസ്, അപ്പോൾ സെയിം ലെങ്ത് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്താ, ഒ എ സിയും അതുപോലെ ഒ സി എയും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇത് രണ്ടും, ഇതും ഒ എയും ഒ സിയും റേഡിയസ് ആയ കാരണം ഈ ആംഗിൾ ഒ എ സിയും അതുപോലെ ആംഗിൾ ഒ സി എയും ഈക്വൽ ആയിരിക്കും. എന്നിട്ട് ഇവിടെ 60 കൊടുത്തിട്ടുണ്ടല്ലേ, 60 എക്സ്റ്റേണൽ ആംഗിൾ അല്ലേ, ഈ രണ്ട് ഇൻറ്റേർണൽ ആംഗിൾസിൻ്റെ സമ്മായിട്ടല്ലേ വരുന്നത്. അപ്പോൾ ഈ രണ്ട് ആംഗിളും സെയിം ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും, ഇവിടെ 30 വരും, ഇവിടെയും 30 വരും. ഓക്കെ ആണല്ലോ, 30 വരും, 30. ഇനി നിങ്ങൾ ട്രയാങ്കിള് ഒ എ ബി നോക്കുക. 30 വന്നു, 60 വന്നു. അപ്പോൾ ഇവിടെ ബാക്കി ചെയ്ത ആംഗിള് 90 ഡിഗ്രിയാണ്. ഓക്കെ, ഇവിടെ എത്ര വരും, 90, 60, 150, ബാക്കി 30, 190. അപ്പോൾ ഇതും 30 ആണ്, ഇതും 30 ആണ്. അതായത് ട്രയാങ്കിൾ നോക്കൂ, ഒ സി, ട്രയാങ്കിൾ ഒ സി ബിയിൽ നോക്കുമ്പോൾ ആംഗിൾ ഒയും ആംഗിൾ സിയും 30 ആണ്. അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡും ഒ ബിയും അതുപോലെ ബി സിയും സെയിം ആയിരിക്കില്ലേ, ഒ ബിയും ബി സിയും സെയിം ആയിരിക്കില്ലേ. നമുക്ക് തന്നിട്ടുണ്ട് എന്താ, ഒ ബി എന്ന് പറയുന്നത് 7 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഒ സി എത്രയായിരിക്കും, ബി സി എത്രയായിരിക്കും, ബി സി 7 ആയിരിക്കും. ഇവിടെ നോക്കൂ, ഈ ആംഗിൾ 30 ആണ്, അതുപോലെ ഈ ആംഗിളും 30 ആണ്. അപ്പോൾ ഈ രണ്ട് ആംഗിൾ 30 ആകുമ്പോൾ ഈ സൈഡും എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഒ ബി എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താ തന്നിട്ടുണ്ട്, 7 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ബി സി എന്തായിരിക്കണം, 7 ആയിരിക്കണം. അതാണ് നമ്മുടെ അടുത്ത് ചോദിച്ചത്, ബി സി എത്രയാണെന്നുള്ളത് ചോദിച്ചത്. ബി സിയുടെ ആൻസർ കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 16x² + y² = 48. xy എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ആണ്. ദെൻ ഫൈൻഡ് 4x + y എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 4xy എന്നുള്ളതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. 4xyനെ ഹോൾ സ്ക്വയർ കണ്ടു നോക്കാം. 4xy ഹോൾ സ്ക്വയർ എന്ത് വരും, 4x ഹോൾ സ്ക്വയർ വരുമ്പോൾ എന്ത് വരും, 16x² + y² + 2 × 4x × y വരും. അപ്പോൾ എത്ര വരും, 16x² + y² + 8xy എന്ന് വരും. അപ്പോൾ നമുക്ക് 16x² + y² 48 ആണെന്ന് തന്നിട്ടുണ്ട്, xy 2 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എത്ര വരും, 48 + 16 വരും. ഇത് എത്ര വരും, 64 വരും. നമ്മുടെ അടുത്ത് എന്താ കാണാൻ പറഞ്ഞിട്ടുള്ളത്, 4xy ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 4xy എന്ന് പറഞ്ഞാൽ √64, ദാറ്റ് ഈസ് 8. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ട്രയാങ്കിൾ എ ബി സി, ദർ ആർ 2 പോയിന്റ്സ് ഡി ആൻഡ് ഇ. ട്രയാങ്കിൾ എ ബി സി, അതിൽ 2 പോയിന്റാണ് ഡിയും ഇ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൺ ദ സൈഡ്സ് എ ബിയിലുള്ള ഒരു പോയിന്റാണ് ഡി, അതുപോലെ എ സിയിലുള്ള ഒരു പോയിന്റാണ് ഇ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇനി ട്രയാങ്കിൾ എ ഡി ഇ. അപ്പോൾ നമുക്കിത് ട്രയാങ്കിൾ ആക്കാം. ട്രയാങ്കിൾ എ ഡി ഇ, അതിൽ ട്രയാങ്കിൾ എ ഡി അല്ല, എ ഡി എന്ന് പറഞ്ഞ ട്രയാങ്കിളിൽ ഡി എന്ന് പറഞ്ഞ ആംഗിൾ ഇതും ബിയും ഈക്വലാന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ നോക്കൂ, ഈ രണ്ട് ആംഗിളും ഈക്വലാണ്, അതുപോലെ എ എന്ന് പറഞ്ഞാൽ കോമണും ആണ്. അപ്പോൾ നമുക്ക് ട്രയാങ്കിൾ എ ബി സിയും അതുപോലെ ട്രയാങ്കിൾ എ ബി ഇയും സിമിലർ ആണെന്ന് പറഞ്ഞൂടെ, കാരണം എ രണ്ടിലും കോമൺ ആയിട്ട് വരുന്നുണ്ട്, അതുപോലെ ബിയും ഡിയും ഈക്വൽ ആണ്, സെയിം ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ബിയും ഡിയും സെയിം ആംഗിളാണ്, അതുപോലെ എ കോമൺ ആംഗിളാണ്. അതുകൊണ്ട് എ ബി സി എ ഡിയും സിമിലർ ട്രയാങ്കിളാണ് നമുക്ക് പറയാൻ പറ്റും. നമുക്ക് റേഷ്യോ എടുത്തൂടെ,
എ ഡി ബൈ ഡി ഈസ് ഈക്വൽ ടു ട്രയാങ്കിൾ എ ബി സി നോക്കൂ, എ ബി ബൈ ബി സി വരും. എ ഡി തന്നിട്ടുണ്ട്, എ ഡി എത്രയാണ്, എ ഡി 5 തന്നിട്ടുണ്ട്. എ ബി എന്ന് പറയുന്നത് എ ഡി പ്ലസ് ഡി ബി അല്ലേ, എ ഡി എത്ര തന്നിട്ടുണ്ട്, 5 തന്നിട്ടുണ്ട്, ഡി ബി 7 തന്നിട്ടുണ്ട്. അപ്പോൾ എ ബി എത്രയായിരിക്കും, 7 + 5 12 ആയിരിക്കും. പിന്നെ നമുക്ക് ബി സി തന്നിട്ടുണ്ട്, എത്രയാണ്, 9 തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ, ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്, ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡി എന്ന് പറഞ്ഞാൽ എന്ത് വരും, എ ബി ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ സോറി എ ഡി ബൈ എ ഡി ഇൻറ്റു ബി സി ബൈ എ ബി ആയിരിക്കും എന്ത്, ഡി എന്ന് പറയുന്നത്. എ ഡി എത്ര 5 ഇൻറ്റു ബി സി എത്ര 9 ഡിവൈഡഡ് ബൈ 12 ആയിരിക്കും. അത് 45 ബൈ 12 ആയിരിക്കും. 15 ബൈ 4 ആയിരിക്കും. അതായത് 3.75 ആയിരിക്കും എൻ്റെ ഡി എന്ന് പറയുന്നത്. അടുത്ത് നോക്കൂ, റേഷ്യോ ഓഫ് 2 നമ്പേഴ്സ് ഈസ് 5:7. അപ്പോൾ നമുക്ക് നമ്പേഴ്സിന് എന്തെടുക്കാം, 5x ആയിട്ടും 7x ആയിട്ടും എടുക്കാം. ഓക്കെ, 7x ആയിട്ടും എടുക്കാം. ഇനി പറഞ്ഞിട്ടുണ്ട് 5 ഈസ് സബ്ട്രാക്റ്റഡ് ടു ബോത്ത് എന്ന് പറഞ്ഞു. രണ്ടിലും 5 കുറച്ചിരിക്കുകയാണ്. ഓക്കെ, രണ്ടും 5 കുറച്ചിരിക്കുകയാണ്. അപ്പോൾ എന്ത് വരെയാണ്, പുതിയ റേഷ്യോ എന്ത് വരെയാണ്, 2:3 വരെയാണ്. അപ്പോൾ നമുക്കത് ഇക്വേറ്റ് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ എന്ത് വരും, 15x മൈനസ് 15 എന്ന് പറയുന്നത് എന്ത് വരും, 14x മൈനസ് 10 എന്ന് വരും. ഇന്ന് എക്സ് എത്ര കിട്ടും, ഈ 14x ഇങ്ങോട്ട് വരും, 15 അങ്ങോട്ട് പോകും. അപ്പോൾ എക്സ് എന്ന് പറയുമ്പോൾ എന്ത് വരും, 5 വരും. ഓക്കെ, ഇനി അവരെന്താ ചോദിച്ചിട്ടുള്ളത്, സം ഓഫ് ദ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്പേഴ്സ് ഏതൊക്കെയായിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, 5x 7x ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ സം ഓഫ് ദി നമ്പർ എന്ന് പറഞ്ഞാൽ 12x ആണ്. അതായത് 12 ഇൻറ്റു 5, 12 ഇൻറ്റു 5 എത്രയാണ്, 60 ആണ്. സം ഓഫ് ദി നമ്പർ എത്ര, 60 ആണ്. അടുത്ത് നോക്കൂ, എ ബി സി ഡി എന്ന് പറയുന്നത് ഒരു ക്വാഡ്രിലാറ്ററൽ ആണല്ലേ, അതൊരു ക്വാഡ്രിലാറ്ററൽ ആണ്. ഇനി എന്ത് പറയുന്നുണ്ട്, എ സി ബി ഡി എന്ന് പറയുന്നത് ഇന്റർസെക്ട് ഈച്ച് അതർ ടി എന്ന് പറയുന്നുണ്ട്. ബി ഡി എ സി ഇത് ഇന്റർസെക്ട് ചെയ്യാണ്, ഈ വെച്ചിട്ട് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട് പറഞ്ഞത്. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്, ഡി എ സി എന്ന് പറയുന്നുണ്ട്. ഡി എ സി എത്രയാണ്, 35 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഡി ഇ സി എത്രയാണെന്നുണ്ട്, 138 തോന്നുന്നുണ്ട്. നമ്മുടെ അടുത്ത് കാണാൻ പറഞ്ഞത് ഏതാ, ബി സി എ ഈ ആംഗിളാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം, ഇത് 138 ഡി ഇ സി 138. അപ്പോൾ ഈ ഡി ഇ സി എന്ന് പറയുന്ന ആംഗിൾ എന്താണ്, നമ്മുടെ ഡി എ ഇയുടെയും അതുപോലെ ഇ ഡി എയുടെയും എന്താണ് സമ്മല്ലേ, ഈ രണ്ട് ഇൻറ്റീരിയർ ആംഗിളിൻ്റെ സമ്മല്ലേ ഇത് ഡി ഇ സി എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇത് 35 വന്നു, ബാക്കി ഇതിലെത്ര വരും, 103 വരും. ഇനി നിങ്ങൾ ഈ കോഡ് നോക്കുക, കോഡ് എ ബി ഉണ്ടാക്കുന്ന രണ്ട് ആംഗിളാണ് ഇത്, ആംഗിൾ സിയും അതുപോലെ ആംഗിൾ ഡിയും. അപ്പോൾ അതെന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഇത് എത്ര വരും, 103 വരും. അപ്പോൾ ആൻസർ എത്രയാണ്, 103 ഡിഗ്രി.